ഇന്ന് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോണത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ഒരു ചില്ലി ചിക്കൻ ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ട് തിരിച്ചു വരാം. ആദ്യമായിട്ട് നമുക്ക് ചിക്കനെ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് ക്യൂബ് ഷേപ്പ് ആക്കിയിട്ട് ചിക്കൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, 1 കോഴിമുട്ട, 3 ടേബിൾ സ്പൂൺ മൈദ, 4 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, ആവശ്യത്തിന് ഉപ്പ് എന്നിവയാണ് നമ്മളിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്. ചിക്കൻ ഇവിടെ ഞാൻ എടുത്തേക്കുന്നത് 1 കിലോ നല്ല ബോണോട് കൂടിയിട്ടുള്ള ചിക്കനാണ്. അപ്പോൾ ബോണില്ലാതെ ബോൺലെസ് ആയിട്ടും നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ള ചില്ലി ചിക്കൻ തയ്യാറാക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചെയ്യാം. ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ടൊന്ന് തിരുമ്മിയെടുക്കണം. കൈ വെച്ചിട്ട് തിരുമ്മിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നന്നായി തിരുമ്മിയെടുത്ത ശേഷം ഇതിനെ നമുക്ക് 1 മണിക്കൂറോളം റെസ്റ്റ് ചെയ്യിക്കാനായിട്ട് വെക്കാം. നിങ്ങൾ ഫ്രിഡ്ജിലാണ് വെക്കുന്നതെങ്കിൽ ഒരു അരമണിക്കൂർ വെച്ചാൽ മതി. എത്രയും കൂടുതൽ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കണോ അത്രയും നല്ലതാണ്. നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് ഒരു ബൗളിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിച്ച് അതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വിനാഗിരി, 1.5 ടേബിൾ സ്പൂൺ സോയാ സോസ്, 2 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 4 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ സോസ് ഇത്രയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞാൽ ഇതിലേക്ക് നന്നായിട്ട് ഇളക്കിയ ശേഷം ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നല്ല എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക. 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് തീരെ കട്ടയില്ലാതെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം ഇതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചിക്കൻ വറുത്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്യാനായിട്ട് വെച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞു. ഈ ചിക്കൻ വറുത്തെടുക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. അപ്പോൾ ഓയിൽ കുറച്ച് അധികം തന്നെ ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. ഇതുപോലെ നന്നായിട്ട് ബ്രൗൺ കളർ ആയി കിട്ടിയാൽ നമുക്ക് ഇത് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം. ബാക്കി ചിക്കൻ മുഴുവനും ഇതുപോലെ വറുത്തെടുത്ത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഒരു പാൻ ചൂടാക്കാനായിട്ട് സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നേരത്തെ ചിക്കൻ വറുത്തെടുത്തിട്ടുള്ള അതേ എണ്ണ തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിലേക്ക് നല്ല പൊടിയായിട്ട് അരിഞ്ഞു വെച്ചിട്ടുള്ള 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള ഇഞ്ചി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇത് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അത് കഴിഞ്ഞിട്ട് അടുത്തായിട്ട് ചേർത്ത് കൊടുക്കേണ്ടത് സ്പ്രിംഗ് ഒനിയൻ്റെ വെള്ള ഭാഗമാണ്. സ്പ്രിംഗ് ഒനിയൻ നമ്മൾ കട്ട് ചെയ്യുമ്പോൾ വെള്ള ഭാഗം കട്ട് ചെയ്തെടുക്കുക ആദ്യം. അതിനുശേഷം ഗ്രീൻ ഭാഗം വേറെ കട്ട് ചെയ്തിട്ട് മാറ്റി വയ്ക്കുക. അതിലെ വെളുത്ത ഭാഗം ആദ്യം ഇട്ടിട്ട് ഈ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയും ഒപ്പം ഇട്ട് ഫ്രൈ ചെയ്തെടുക്കുക. 2 സവാള ക്യൂബ് ഷേപ്പിലാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമൊന്നുമില്ല. അതിന് മുമ്പ് തന്നെ ഒരു പകുതി ക്യാപ്സിക്കം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും പച്ചമണം മാറുന്നത് വരെ നമുക്ക് വഴറ്റിയെടുക്കാം. നിങ്ങൾക്ക് ക്യാപ്സിക്കം കൂടുതൽ ഇഷ്ടമാണെങ്കിൽ അര ക്യാപ്സിക്കത്തിന് പകരം 1 ക്യാപ്സിക്കം യൂസ് ചെയ്യാം. ഇതിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇപ്പോൾ വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസുകൾ ചേർത്ത് കൊടുക്കാം. നമ്മൾ സോസുകളൊക്കെ കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഒരു ഭാഗത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അത് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് മീഡിയം ഫ്ലെയിമിലോ ലോ ഫ്ലെയിമിലോ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. അതല്ലെങ്കിൽ അടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. ചെറുതായി കുറുകി വന്നു തുടങ്ങിയാൽ നമുക്കിതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ ഒപ്പം തന്നെ സ്പ്രിംഗ് ഒനിയൻ്റെ ഗ്രീൻ ഭാഗം കഷ്ണങ്ങളാക്കി നുറുക്കി വെച്ചതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുക. ഈ സമയത്ത് ഹൈ ഫ്ലെയിമിൽ മിക്സ് ആക്കുക. നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുള്ള സോസുകൾ മുഴുവനായിട്ടും ഈ ചിക്കൻ്റെ മുകളിലെ ഒരു കോട്ടിങ് പോലെ പറ്റി പിടിച്ചിട്ടിരിക്കണം. ഞാനിന്ന് തിക്കായിട്ടുള്ള ഒരു ചില്ലി ചിക്കൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കിയിട്ടുള്ളത്. നമ്മൾ വെള്ളത്തോടു കൂടിയുള്ള ചില്ലി ചിക്കൻ അല്ല ഇന്ന് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ചിക്കനും അതുപോലെ തന്നെ സോസുകളും ഒക്കെ കൂടിയിട്ട് നന്നായിട്ട് കോട്ടിംഗ് ആയിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കാം. അതിനുശേഷം ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ഇന്നത്തെ എൻ്റെ ചില്ലി ചിക്കൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു.
വീണ്ടും പുതിയൊരു വീഡിയോവുമായിട്ട് വരാം. അതുവരേക്കും നന്ദി, നമസ്കാരം. താങ്ക് യു ഫോർ വാച്ചിങ്.